ഗൈസ്, അപ്പൊ ഞങ്ങള് ഇന്ന് എവിടേക്കാണെന്ന് പോകുന്നത് അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പോണത് എൻ്റെ വീട്ടിലോട്ടല്ല, പിന്നെ എവിടേക്കാ പോണത്? എൻ്റെ നാട്ടിലേക്കാ പോണത്. നാടെന്ന് പറയുമ്പോ നമ്മുടെ കിക്കാവ് കഴിഞ്ഞിട്ടാണ് എൻ്റെ നാട് വരുന്നത്. അപ്പം അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോണത് എല്ലാവരും കൂടെ. അപ്പം എന്തിനാ നിങ്ങളെല്ലാവരും കൂടെ നാട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വിശേഷം എന്താണ്? ഇന്ന് ഓഗസ്റ്റ് 25 നബിദിനം, ഉത്രാടത്തിൻ്റെ അന്നാണ് നബിദിനം വന്നിരിക്കുന്നത്. ഈ വർഷം, കഴിഞ്ഞ വർഷം തിരുവോണത്തിൻ്റെ അന്നായിരുന്നു, ഈ വർഷം ഉത്രാടത്തിൻ്റെ അന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ നബിദിനത്തിന് പോവാണ് അങ്ങോട്ട്. അപ്പം അവർക്കൊക്കെ ചെറിയൊരു പണിയുണ്ട് അവിടെ. ചെറിയ പണിയിലാണ്. ഒരു പണി എന്താണെന്ന് വെച്ചാൽ, എന്നിട്ടാ പിന്നെ നിങ്ങളുടെ പണി കഴിഞ്ഞ സ്പൂണുകൾ എടുത്ത് പൊട്ടിച്ചിടലാണ് ഒരു പണി, അതായത് ഐസ്ക്രീമിൻ്റെ സ്പൂണുകൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതിന്. പോണ വഴിക്ക് നമുക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോണെങ്കിൽ. അതെ, ഞങ്ങള് പേപ്പറിൽ നിന്ന് കീറണ്ട, അത് പൊട്ടിയത് പൊട്ടിക്കോട്ടെ, പൊട്ടാത്തത് അങ്ങനെ തന്നെ ഇതാക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഭക്ഷണം കഴിക്കാൻ ഇവിടെ തൃശ്ശൂർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടാ. അപ്പം ഞാൻ മണ്ണാടിയൊരു നമ്മുടെ മണ്ണാടിയൊരു മുടക്ക. അപ്പോൾ ഇനി വേറെ ഇവിടുന്ന് കഴിക്കാൻ പറ്റുക? വേറെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറണം, എന്നിട്ട് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് വഴിയെ പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പോകാം. ഇവിടെ കിഴക്കേക്കോട്ടമ്മ അല്ലേ? കിഴക്കേക്കോട്ടമ്മത്തെ ന്യൂ കൂർഗ് എന്നുള്ള ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്, ആമ്പക്കാടൻ ജംഗ്ഷനിൽ. ഇഡ്ഡലിയാണ് പറഞ്ഞത്. ഒരു ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:27. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു, എന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെടും. അപ്പോൾ എന്നിട്ടാ പറയാ വേട്ട, പിന്നെ എന്നിട്ടാ നമ്മൾ നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ല. ലക്ഷ്യം 3.5 മണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തിക്കലാണ്. അതെ, കാരണം വെച്ചാൽ അവിടെ റാലി പോയിട്ട് പള്ളിക്കലേക്ക് തിരിച്ച് വരുമ്പോഴേക്കും നമ്മളവിടെ എത്തണം. വിളിച്ച് പറഞ്ഞ് ഒക്കെ സെറ്റാക്കിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തണം. അതാണ് നമ്മുടെ ചലഞ്ച്. ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ച്, പക്ഷേ എല്ലാവരും ഡ്രസ്സ് മാറലും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും 8 മണി, കറക്റ്റ് 8 മണി. 1 മണിക്കൂർ നമ്മുടെ ഏതോ സിനിമയിൽ പറയുന്ന പോലെ 1/2 മണിക്കൂർ മുന്നേ ഇറങ്ങിയിട്ട് ഇനി 1 മണിക്കൂർ വേണമെങ്കിൽ ഇറങ്ങണമെന്ന് ചോദിക്കാൻ പോലത്തെ അവസ്ഥയായി ഞങ്ങൾക്ക്. ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കറക്റ്റ് 8 മണിക്ക്. അപ്പം ഞങ്ങൾ വടക്കുന്നാഥ എവിടെ. അപ്പം ഞങ്ങൾ ഇതേ വടക്കുന്നാഥൻ്റെ അവിടേക്ക് എത്തി. വടക്കുന്നാഥ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ ഓരോ വഴികൾ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ പോണ വഴികൾ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ എവിടേക്ക് എത്തി വേട്ടാ? അയ്യന്തോളെത്തിയാ? അയ്യന്തോളെത്തില്ല, പടിഞ്ഞാറക്കോട്ടമ്മയ്ക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇത്രയും ദൂരം
നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണത്, അതായത് വില്ലന്നൂർക്ക് പോകണത്. അപ്പോൾ അത്രയും ദൂരം പോകണം. അപ്പോൾ അത്രയും ദൂരം പോകുമ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷേ ഞങ്ങളതൊക്കെ സെറ്റാക്കിയിട്ടാണ് പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തൃശ്ശൂരൊന്നും കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് വില്ലന്നൂർ അല്ല ഇത്രയും ദൂരം പോയിട്ട് കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും. അതെൻ്റെ വീടിൻ്റെ അവിടെ ആയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ പള്ളിക്കൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവിടെയാണ് ഞങ്ങൾ കൊടുക്കാറ്. അപ്പോൾ അവിടെ കൊടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? കാരണം എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടി അവർ ഒരു എത്ര വയസ്സ് വരെ പറയാമായിട്ടൊരു 10, 13, 14 ഇനി ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കണ വരെ ഞാൻ അവിടെ പള്ളിക്കൽ മദ്രസയിൽ നബിദിനത്തിൻ്റെ അന്ന് പോവും. ഈ തലയിലിങ്ങനെ മക്കനെ കുത്തിയിട്ട് പോവും. മക്കനെ കുത്തി തരുന്നത് എൻ്റെ അടുത്തുള്ള താത്താരാട്ട കുത്തി തരിക. അങ്ങനെ ഞാൻ മക്കനെ കുത്തിയിട്ട് അവിടെ നബിദിനത്തിന് മദ്രസ കുട്ടികളെ, എൻ്റെ അടുത്ത് കുട്ടികളെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ അവരെ ഒപ്പം ഞാനും കൂടെ പോവും. അപ്പം ഞാനും കൂടെ പോകുമ്പോൾ എന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കളുടെ വീടായിട്ട് ഞങ്ങളുടെ ഒരു വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഈ മദ്രസയിൽ മിഠായിയൊക്കെ വാങ്ങിച്ച് അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഞാൻ പോയി മദ്രസയിൽ മക്കനെ കുത്തിയിട്ട് പോയിരിക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊന്നും ആരും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഹിന്ദു കുട്ടിയല്ലേ, അങ്ങനെ ചോദിച്ചിട്ടില്ല. അത് മദ്രസയുടെ ഉള്ളിലാണ് പോയിരിക്കുന്നത്, മുസ്ലിം കുട്ടികളുടെ ഇടയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊന്നും ആരും ഒരു കാലത്തും ചോദിച്ചിട്ടില്ല എന്താ അയ്യോ ഈ കുട്ടി എന്താ വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവരെ കൂട്ടത്തിലത്തെ ഒരു കുട്ടിയായിട്ടാണ് എല്ലാവരും എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കായിരിക്കും എന്നോട് പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളൊരു വരുമല്ലോ. എൻ്റെ ഓർമ്മയിൽ പോലും എൻ്റെ അടുത്ത് ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും എന്നെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടേക്ക് ആ പള്ളിക്കൽ കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓരോ പ്രാവശ്യം എനിക്ക് പറ്റാവുന്നിടത്തോളം വർഷങ്ങൾ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പറ്റാവുന്നിടത്തോളം കൊടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ദൈവം വിചാരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം പറയാമല്ലോ, നമുക്ക് ആഗ്രഹം പറയാനോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെനിക്ക് അവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് അവിടേക്ക് പോകണമെന്ന് എന്ന് പറയാം. അപ്പോൾ വീട്ടിലേക്ക് പോകാറില്ല കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ എൻ്റെ ഒരു 10-16 വയസ്സിൽ തന്നെ അവരെന്നെ പടിയടച്ച് പിള്ള വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. വീട്ടിൽ പോകാണ്ട് നാട്ടിൽ പോകണത് എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ആരും എന്നെ പടിയടച്ച് പിള്ള വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീട്ടിൽ കയറാണ്ട് നാട്ടിൽ പോണത്. അപ്പോൾ അവിടേക്ക് ഇനി കുറച്ചും കൂടി പയ്യന്തോള് നമ്മുടെ കോടതിയുടെ അവിടേക്കൊക്കെ എത്താറായിട്ടുണ്ട് അല്ലേ പോയേട്ടാ? കോടതി എത്തി. അപ്പം ഇനിയും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാനായിട്ട്. കുറച്ചധികം ദൂരം പോകാണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അത് വിശേഷങ്ങൾ ഇങ്ങനെ അറിയാം. ഇനി കുറച്ച് എന്താ പറയുക, 1 മണിക്കൂറോളം ഉണ്ടാവില്ല. ഇനി 1 മണിക്കൂറുണ്ടാ? 1 മണിക്കൂറിനേക്കാളും ഇതുണ്ടാവും. എനിക്ക് ടെൻഷനാണ്. കാരണം വെച്ചാൽ ഒരു 9:30 സമയത്ത് ഞാൻ അവിടെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. സമയമാകുമ്പോഴേക്കും എത്തില്ല. ഇനി 1 മണിക്കൂറുള്ളത് എത്തില്ല എന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ എത്തിക്കാശ് ഞാനിതേ കൊന്നുകളയും. ഞാൻ കൊന്നുകളയും ഞാൻ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാട്ടെ ഗൈസ് നിങ്ങൾക്ക്.
മിഠായി ബാക്കിന്റെ രാത്രിക്ക് മാറ്റി വെച്ചോട്ടെ. 3 കവറും കാറിൽ വെക്കാൻ പറഞ്ഞ് നിക്കാണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് അവിടേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചൂണ്ടൽ പാറപ്പുറം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നബിദിനത്തിന് ഞങ്ങൾ അവിടെ പോയി എല്ലാവരും നന്നായിട്ടാ. നമുക്ക് കൊറേ മിഠായികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് മിഠായികള് എന്താ അതൊക്കെ മിഠായികളാണ് ഇരിക്കണത്. അപ്പൊ മിഠായികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിശേഷം എന്ന് പറയാ. ബിരിയാണി കഴിച്ചു. പക്ഷെ വീഡിയോ ഒന്നും ഞാൻ ഗ്ലാസ് വെച്ചിട്ടില്ല. ഗ്ലാസ് കേട്ടിട്ടല്ല ഫോണ് പുറത്തേക്ക് പിടിച്ചു. അപ്പൊ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങള് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അപ്പൊ എടുക്കാൻ പറ്റിയില്ല, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതെടുത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങള് കുറച്ച് ഞങ്ങൾക്ക് പാത്രത്തിലൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ഞങ്ങൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന പാത്രം, അതിൽ കുറച്ച് ബിരിയാണിയൊക്കെ ഞങ്ങൾ ആക്കി തന്ന് ഞങ്ങളവിടുന്ന് കഴിച്ചു. പോരാത്തത് പാത്രത്തിൽ ആക്കി തന്നിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വിശേഷം പറയാം. അപ്പം ഇനി അടുത്ത പ്രാവശ്യം പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾ എവിടേക്ക് എത്തിപ്പോയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. ഒരു സ്ഥലങ്ങളും എനിക്കറിയില്ല. ഭയങ്കര കഷ്ടം എൻ്റെ കാര്യം. കാരണം വെച്ചാൽ അല്ല ഒറ്റ സ്ഥലങ്ങളും അറിയില്ല. എപ്പോഴും ചോദിക്കും ഇത് എവിടെയാ സ്ഥലം, ഏതാ സ്ഥലം, ഇതിപ്പോ എവിടേക്ക് എത്തി എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. അതാണ് കേട്ടോ എൻ്റെ കാര്യം. ഇതിപ്പോ എവിടെയാ ശരിക്കും പറയാ ചൂണ്ടല്ലേ വേണ്ട. ചൂണ്ടൽ എത്തിയിട്ട് ഞങ്ങള് തിരിച്ച് ചൂണ്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഉത്രാടാണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് ബിരിയാണി കഴിച്ചു പോയാൽ പിന്നെ കിടന്നുറങ്ങും. ഇവിടുത്തെ ബിരിയാണിക്ക് പ്രത്യേകത എന്ന് വെച്ചാല് ഞങ്ങളുടെ ഇവിടെ ഒക്കെ മുസ്ലിംസ് ആയ കാരണം അവരുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ. എനിക്ക് ആദ്യം ആ ബിരിയാണിയുടെ ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂരത്തെ ബിരിയാണി എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്തോ ഒരു വെറൈറ്റി ആയിരുന്നു. തൃശ്ശൂരത്തെ ബിരിയാണി കഴിക്കുമ്പോ ഒരു ജാതി ഇഷ്ടമില്ലാത്ത എനിക്ക് ബിരിയാണി ഇഷ്ടമുണ്ടായിരുന്നില്ല തൃശ്ശൂരത്തെ. എനിക്ക് എൻ്റെ നാട്ടിലത്തെ ബിരിയാണികളാണ് ഇഷ്ടം. അവിടെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ഇന്ന് കഴിച്ചത് അതാണ് കേട്ടാ. അത് എവിടെയാട്ടാ തൊട്ടാ ബിരിയാണി ബാക്കിൽ വെച്ചിരിക്കണല്ലേ. അപ്പോൾ അതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ഇവിടുത്തെ ബിരിയാണി, ഒരു തൃശ്ശൂരത്തെ ബിരിയാണി നല്ല ബിരിയാണി അല്ല കേട്ടോ. തൃശ്ശൂരത്തെ ബിരിയാണികൾ എന്ന് പറയുന്നത് അക്ഷയലത്തെ ബിരിയാണി നല്ലതാ, അലങ്കാരത്തെ ബിരിയാണി ഇഷ്ടം അങ്ങനൊന്നുമില്ല. ഇള്ളേലേക്ക് നല്ലതെന്ന് പറയാൻ പറ്റുന്ന ബിരിയാണി ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടം. അല്ല, അക്ഷയലത്തെ ബിരിയാണിയും അലങ്കാരത്തെ ബിരിയാണിയും. പിന്നെ വേറെ ഏതാ, അവിടേക്ക് രണ്ടിടത്തേക്കാണ് ഞങ്ങൾ പോവുകയാണെങ്കിൽ ബിരിയാണി കഴിക്കാനായിട്ട് പോവാട്ടെ. വേറെ ഞങ്ങൾ പോവാറില്ല. പിന്നെ കാളത്തോടൊരു കട ഉണ്ട്. അത് ഇത് പറയുമ്പോട്ടാ ദമ്മ ബിരിയാണി പറഞ്ഞിട്ട് അതെനിക്ക് ഒരു ദിവസം കഴിച്ചപ്പോൾ കലത്തിലൊക്കെ വെച്ചിട്ട് അതെനിക്ക് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഒരു ജാതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഇവിടെയൊക്കെ ഞാൻ ബിരിയാണി കഴിക്കാൻ ഞാൻ പറയില്ലേ, എനിക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ല. ഞാൻ കഴിക്കലില്ല. ഞാൻ പ്രത്യേകിച്ച് ബിരിയാണിയോട് ഭയങ്കര ഇഷ്ടം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. തൊണ്ടല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ സ്ഥലം കാച്ചേരിയല്ല, ഇത് കുന്നംകുളം. നമ്മുടെ ഇവിടെ തൃശ്ശൂര് കാച്ചേരി ഉണ്ട്, ഇത് കുന്നംകുളത്ത് പറയുന്ന കേച്ചേരി എന്നാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് കേച്ചേരിയിൽ പ്രത്യേകത വെച്ചാൽ നല്ല നല്ല തുണിക്കടകളുണ്ട്, നല്ല കളക്ഷൻസ് ഉള്ള കടകളുണ്ട് കേട്ടോ. ഇപ്പൊ പാറപ്പുറം തൊട്ടാ പാറപ്പുറം. അപ്പൊ ഇവനൊരു AI-യുടെ ഒരു ചാനലുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അതിന്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പൊ അതിലേക്ക് നിങ്ങളൊന്ന് ഇവനൊന്ന് സപ്പോർട്ട് ചെയ്തോളട്ടെ. ഇവനൊരു AI-യുടെ ഇവന്റെ വീഡിയോസൊക്കെ ഇല്ലേ 1 ലാഖൊക്കെ അടിച്ചിരിക്കണം. നമ്മുടെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇല്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ 51K കേട്ടാ. ഇപ്പൊ അതും ഇല്ലേ, ഇപ്പൊ എത്ര 1200 അങ്ങോട്ട് പേരെ കാണുള്ളൂ. 1200 പേരങ്ങോട്ട് കാണുള്ളൂ ഇപ്പൊ ആകെ കാണുന്നത് ഇല്ല വേട്ടാ. അപ്പൊ ഞങ്ങക്ക് വ്യൂവേഴ്സ് ഒന്നും ഇല്ല കേട്ടാ. അതിന് ഞങ്ങക്ക് സത്യം പറയണ ഞങ്ങക്ക് വീഡിയോ ഇടാനൊന്നും സമയമില്ലാത്ത കാരണം കൊണ്ടാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം വീഡിയോ ഒക്കെ ഇടാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ സമയമില്ല നല്ല തീരെ സമയമില്ല. പിന്നെ എവിടേക്കാലൊക്കെ ഇതുപോലെ പുറത്തേക്കൊക്കെ പോണ സമയത്താണ് ഞാൻ ഈ ഫോണും പിടിച്ചിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പൊ എന്നാ ഈ ഇതില് ചാനൽ ഇടാനെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചു വെക്കാത്ത സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ അതൊന്നും ഞാൻ എടുക്കാറില്ല അല്ലേ. എന്നിട്ട് വേട്ട നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അതിന്റെ എന്നിട്ടാ പറയാ വേട്ട നമ്മുടെ സ്പീക്കർ അല്ലേ, വോയിസ് ഇടുന്നത് സ്പീക്കർ, പിന്നെ ഫോൺ പിടിക്കുന്ന എന്നിട്ടാ പറയാ സ്റ്റിക്ക്, ഫോൺ പിടിച്ച സ്റ്റിക്ക്, ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കും. വോയിസിന്റെ സ്പീക്കറൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ കണ്ട കായ വറക്കണ ഉത്രാടത്തിന്റെ ഇവിടെ സ്ഥിരമായിട്ടാ. ഇവിടെ എപ്പോഴും കായ വറക്കണ സ്ഥലമാട്ടാ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കായ വറവ് കിട്ടുന്ന സ്ഥലമാട്ടാ. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ പോണ വഴികളിലൊക്കെ പായസം ഉണ്ട്. ഏതെ ഇവർക്ക് മിഠായി മതിയാവോളം കൂട്ടുന്നുണ്ട്. 4 പാക്കറ്റ് മിഠായിയാണ്. 4 പാക്കറ്റിൽ 4 കവറ്, അതായത് പലതരം മിഠായികൾ 4 കവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിന്നും ഞങ്ങൾക്ക് കിട്ടി. അതെന്നിട്ടാ ഞങ്ങൾ വണ്ടിയിലേക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഒരു 10 ഇത് തന്നിട്ടാ. അവിടുത്തെ ഈ അക്കിക്കാവ് കടന്നപ്പോ സച്ചുമോളോട് ഞങ്ങള് വണ്ടി പോകുമ്പോ സച്ചുമോളോട് പറഞ്ഞോടി എല്ലാവർക്കും മിഠായി കൊടുക്കണ്ട്, കൈ കാണിക്കണ. സച്ചുവിനെ അറിയില്ല, കൈ നീട്ടാനാ പറഞ്ഞതെന്ന് അറിയില്ല. സച്ചു എല്ലാവരോടും ഹായ് എന്നിട്ട് കൈ കാണിച്ചപ്പോ അവര് കൈ നീട്ട് സച്ചു വിചാരിച്ചത് കൈ കാണിക്കാനപ്പോ സച്ചു എന്താ സെലിബ്രിറ്റി ആണോ ടാറ്റ കൊടുക്കാനായിട്ട്. സച്ചു സെലിബ്രിറ്റിയുടെ പോലെ എല്ലാവർക്കും ടാറ്റ കൊടുക്കണം. അപ്പൊ ടാറ്റ അല്ല കൊടുക്കണ്ട, കൈ നീട്ടുന്ന അവര് ടാറ്റ അല്ല കൈ നീട്ടുന്നതാണ്. അപ്പൊ തിരക്കാണ്, ഈ വണ്ടികൾ അപ്പുറപ്പുറമൊക്കെ വന്നോണ്ടിരിക്കാം. അപ്പൊ വേഗം ഞങ്ങക്ക് തന്നു, വേഗം ക്ലാസ് കൊടുക്കുന്ന പറഞ്ഞിട്ട് വേഗം തന്നു. അങ്ങനെ ഞാൻ എന്റെ സ്കൂളിലേക്ക് പോയിട്ടാ. പക്ഷെ അവിടെ ഗേറ്റൊക്കെ കൂട്ടിയിരിക്കാണ് ഗൈസ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ചിലൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം നടക്കണ ദൂരമുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ ഇവർക്കൊക്കെ ഇപ്പൊ സുഖാണ്, ഇവർക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഓട്ടോയില പോവുക. അപ്പൊ ഇവർക്ക് ഒന്നുമല്ല ഞങ്ങൾ കൊണ്ടാക്കി എടുക്കല്ലേ ഇപ്പൊ ഓട്ടോ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക, പിന്നെ സ്കൂളിന്റെ മുറ്റത്ത് ഇറങ്ങുക, അതൊക്കെ അല്ലേ. അപ്പൊ ഞാൻ പറയാ ഞാനൊക്കെ നടന്ന് 1 മണിക്കൂറോളം നടന്നിട്ടാ സ്കൂളിലേക്ക് പോയിരുന്നത്. ഞങ്ങൾ നടന്ന വഴികൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സ്കൂളിന്റെ വീഡിയോ എടുക്കാൻ. സ്കൂളിൽ കയറാൻ പറ്റില്ല ചേട്ടാ, ഗേറ്റൊക്കെ പൂട്ടി വെച്ചിരിക്ക. ഇന്ന് മുടക്കുള്ള ദിവസമല്ലേ ഓണത്തിന്റെ. എനിക്ക് സോഡ സർബത്ത് കുടിക്കട്ടെ. മിഠായികള് കണ്ട മിഠായികളൊക്കെ കുറെ മിഠായികളുണ്ട്. പിന്നെ
ഇതിലെന്തിട്ടാ ഇതെന്തിട്ടാ പോയിട്ട് സാധനം ചിക്കൻ റോളാ ഒരു ഉപ്പ് സോഡയും 2 സോഡ തറവത്തും നിനക്ക് വേണം കേക്കിന്റെ പറഞ്ഞ 3 സോഡ തറവത്തും പിന്നെ ലഡു ഉണ്ടായിരുന്നു പിന്നെ ടീ കേക്ക് ഇതൊക്കെ ഇവര് കഴിച്ചിട്ട് എത്ര നേരം ഇവര് വരുന്ന വഴിയിലൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു 2 സോഡ ടീ കേക്ക് ഇട്ടാ ഒരു ഉപ്പ് സോഡ പറയും അതാണ് ഇപ്പൊ നമ്മള് വിശേഷം എന്ന് പറയാ സഞ്ചിൽ വെച്ചോ വേണിട്ട് അവിടെ പോയിട്ട് അവിടെ കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് കൊടുക്കാലോ. അപ്പോൾ ഞങ്ങളിത് സോഡ സർവത്തൊക്കെ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ എന്ന് വെച്ചാല് ആരും വീഡിയോ എടുക്കില്ല, അതാണ് പ്രശ്നം. കടകള് കയറാനും ഇതൊന്നും എല്ലാവർക്കും മടി നാണക്കേടും ചമ്മലാതേത്. അപ്പൊ ഞാന് വെച്ചാല് എനിക്ക് ചമ്മലൊക്കെ തന്നെ കേട്ടോ. വീഡിയോ ഇതാവുമ്പോ ഇതിന്റെ ഉള്ളിലാവുമ്പോ ആരും കാണില്ലല്ലോ. പുറത്താരേലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണും, പക്ഷെ വീഡിയോ എടുക്കുന്നതാരും കാണില്ലല്ലോ. അപ്പൊ വണ്ടിയുടെ ഉള്ളിലാവുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണം കേട്ടാ. പുറത്തേക്ക് ഇറങ്ങി എനിക്ക് നാണക്കേട് ചമ്മലൊക്കെ തന്നെ കുറച്ച് ശൈലി അത്രയുള്ളൂ. അപ്പൊ ഞങ്ങള് ഉടനെ ഇറങ്ങി. ഇനി ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ ഓണത്തിന്റെ മഴ കൊണ്ടുപോയി ഈ പ്രാവശ്യം ഓണം, അതാണ് പ്രശ്നം. ഞങ്ങള് നമ്മുടെ എന്നിട്ട് പറയാ 1 മിനിറ്റ് ഇടാ. എന്നിട്ട് പറയാ നല്ല അത്തത്തിന്റെ അന്ന് വെയിലുണ്ടപ്പോ ഞാൻ വിചാരിച്ചു മഴ ഒക്കെ പോയി വെയിലായി എന്ന് വിചാരിച്ചു. പക്ഷെ 27-ാം തീയതി വരെ മഴ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇപ്പൊ കുറച്ച് മഴക്ക് ഇപ്പൊ ഇത്തിരി ശമനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഞാൻ എന്നിട്ട് ചേട്ടനോട് പറയും നീ ഇന്ന് രാവിലെ നോക്കിയപ്പോ രാവിലെ 6 മണി 6:30 ആയപ്പോഴേക്കും ഞാൻ വിളിച്ചു, അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ 8 മണിയാകുമ്പോഴേ ഇറങ്ങുള്ളൂട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ അവര് ശരി 9:30-ക്കുള്ളിൽ എത്തിക്കോളാന്ന് പറഞ്ഞു. 9:30-ക്കുള്ളിൽ എന്തായാലും 9:30-ക്കുള്ളിൽ എത്താമെന്നുള്ള ലെവലിൽ നോക്കുമ്പോ ഞങ്ങള് ബ്ലോക്കിൽ വിട്ടു. അപ്പോഴേക്കും അവിടുന്ന് വിളിയോട് വിളി എത്തില്ല അയ്യോ പെട്ടല്ലോ ഭഗവാന്. ബ്ലോക്കിൽ പെട്ടു. കറക്റ്റ് 9:30-ക്ക് ഞാൻ എത്തിച്ചു കേട്ടോ. 9:30-ക്ക് എത്തി, പക്ഷെ മഴ ആയ കാരണം കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞ ടൈം 9:30. ആ 9:30-ക്ക് ഞാൻ അവിടെ എത്തിച്ചു. അതല്ല, മഴ ആയ കാരണം കൊണ്ട് റാലി പോണത് ഇത്തിരി നേരത്തെ ആയി. വേഗം പള്ളിയിലേക്ക് തിരിച്ചെത്തും ചെയ്തു. പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്തോണ്ട് നിക്കാണ് അവരവിടെ. അപ്പൊ പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ മിഠായി കൊടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിക്ക് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുക. അവിടേക്കാണെങ്കിൽ എത്തണമില്ല. കയ്യും കാലൊക്കെ വിറച്ചു തുടങ്ങി. ലാസ്റ്റ് കയ്യും കാലൊക്കെ അതാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാനിട്ടാ. അവിടേക്ക് എത്തുമ്പോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ എന്നാലും കുറച്ചൊക്കെ എടുക്കാൻ പറ്റും. കാരണം പിന്നെ ആകെ ടെൻഷനായി പോയി, കയ്യും കാലൊക്കെ വരച്ചു തുടങ്ങി. കാരണം കുട്ടികള് മിഠായി വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൊണ്ടുപോയതിന് ഉപകാരം ഇല്ലാണ്ടാവൂലേ. അപ്പൊ ഞങ്ങള് പറഞ്ഞു 10 മിനിറ്റ് നിക്കിട്ടാ പോലെ പിള്ളേരും മിഠായി വാങ്ങി പോലെ നിക്കിട്ടാ വന്നിട്ടാന്ന് സംഭവം സന്തോഷായിട്ട് എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. അല്ല വൈകിട്ട് ഹാപ്പി അല്ലേ? അങ്ങനെ അപ്പൊ സച്ചമോള് നേരത്തെ ഞങ്ങൾ സച്ചമോള് ഉറങ്ങാണ് കേട്ടോ. സച്ചമോള് ഉറക്കം വന്നോട്ടെ. ഇങ്ങനെ ഉറക്കം നോങ്ങിയിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് നേരത്തെ എൻ്റെ 5 മണി 5:30 ആകുമ്പോഴേ എണീറ്റിട്ടുള്ളത്. അപ്പൊ സച്ചമോള് നേരത്തെ എണീറ്റിട്ടുണ്ട്. അവൾക്ക് പിന്നെ കൊറേ സമയം വേണം ഡ്രസ് മാറാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. മേക്കപ്പ് ചെയ്യാനൊന്നല്ല, അവൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ആ മുടിയൊക്കെ വെട്ടി അച്ഛനും മോളും കൂടി പോയി മുടിയൊക്കെ വെട്ടി ഒരു ഭംഗിയില്ലാണ്ടാക്കിയാ. ഞാന് ഒരു നാട്ടിൻപുറത്തെ ഒരു കുട്ടിയുടെ പോലെ ഞാൻ വളർത്തിക്കൊണ്ടു വന്ന എൻ്റെ കുട്ടിയാ. നല്ല മുടിയൊക്കെ ആയി 2 ഭാഗമൊക്കെ മടങ്ങിയിട്ട് ഞാൻ കൊണ്ടുവന്ന എൻ്റെ കുട്ടീനെ മോഡേൺ കുട്ടിയാക്കി. മുടിയൊക്കെ വെട്ടി ഇത്രത്തോളം എന്നല്ല, ഫുള്ളായിട്ട് മുടി വെട്ടി ഒരു കോക്കാന്റെ രൂപത്തിലാക്കി. എന്നാലും അവള് മേക്കപ്പ് അങ്ങനെ. അപ്പൊ ചില പഴയ ഫോട്ടോ കാണുമ്പോ ഞാൻ പറയും ഇതമ്മ
അമ്മ വളർത്തിയ കുട്ടിയെ 2 ഭാഗം. എവിടെ? അപ്പൊ ഞാൻ പറയും, പഴയ ഫോട്ടോസുകൾ കാണുമ്പോൾ ഞാൻ പറയും അമ്മ വളർത്തി കൊണ്ടുവന്ന കുട്ടിയെ. കാരണം 2 ഭാഗമൊക്കെ മുടി മെടഞ്ഞിട്ട് ഒരു പൊട്ടും തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അങ്ങനെ ഒരു കുട്ടിയാൾക്ക് അങ്ങനെ ഇഷ്ടട്ടാ. എനിക്ക് അങ്ങനെ ഉള്ള കുട്ടികളെ ഇഷ്ടം. ഞാൻ എൻ്റെ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുവന്നത്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോണ്ടാ ഇവർ അച്ഛനും മോളും കൂടി മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ 1 വയസ്സ് 6 മാസം കഴിയുമ്പോഴാണ് തല മൊട്ടടിക്കുക. നിങ്ങൾ നേർച്ച ഉണ്ടായിരുന്നു പളനിയിലേക്ക് മുടി മൊട്ടടിക്കാനായിട്ട് നേർച്ച ഉണ്ടായിരുന്നു. മുടി മൊട്ടടിക്കാന്നുള്ള 2 ആളിനെയും പളനിയും കൊണ്ടുപോയിട്ട് മുടി മൊട്ടടിക്കാന്നുള്ളൊരു നേർച്ചയാണ്. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ചോറൂണ് കഴിഞ്ഞിട്ടാണ് പളനി കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് മുടി മൊട്ടടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ മുടി വെട്ടാൻ സമ്മതിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ആ ഒരു 6 മാസം തൊട്ടിട്ട് അതിൻ്റെ മുടി വളർത്തിയിട്ടുള്ളതാണ്. അതിന് നല്ല മുടി, നല്ല ഉള്ളുള്ള നല്ല മുടിയായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെന്നോട് ചോദിച്ചു മുടി വെട്ടാൻ പോവുക. ഇവർ കുറെ ദിവസമായി ഇവർ കൊറിയക്കാരെ പോലെ നടക്കണം എന്ന് വിചാരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ കൊറിയലത്തെ പോലെ മുടി വെട്ടണം, കൊറിയക്കാരെ പോലെ മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കണ്ടായിരുന്നു. എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഈ ഡ്രൈവ് ചെയ്യുമ്പോ ഇങ്ങനെ പാട്ട് വയ്ക്കാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് കാണാൻ നിങ്ങള്? വർത്താനം പറയാ. എന്നിട്ട് മുടി വെട്ടിട്ട് കൊണ്ടുവന്നിട്ട് നല്ല രസം. ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഇഷ്ടമില്ല. കുറെ ദിവസം ഞാൻ മിണ്ടാണ് നടന്നു. എന്നിട്ട് കാര്യം മിണ്ടാണ് നടന്ന കാര്യമില്ലല്ലോ. പൈസ എൻ്റെ കൈ മുറിഞ്ഞൂട്ടാ. അങ്ങനെ ഇനിയും എടുത്തു നോക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് പറയട്ടെ. ഇങ്ങനെ കുറെ നേരം ഇപ്പൊ ഒരിക്കൽ പാട്ട് വയ്ക്കാണ്ടേ അത് കുശുപ്പന്മാരാന്നേ. നമുക്കൊരു ഫ്രീഡം ഇല്ല. എനിക്ക് ഫ്രീഡം വേണം ഗൈസ്. എനിക്ക് ഫ്രീഡം വേണം ഗൈസ്. എനിക്ക് ഫ്രീഡം ഇല്ല ഗൈസ്. എനിക്ക് ഒരാളോട് ഞങ്ങളിത് തൃശ്ശൂർ കോട്ടയമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പാൽ സർബത്തിന്റെ കടയിലേക്ക് നന്ദകൂട്ടം കയറിയിട്ടാണ്. പാൽ സർബത്ത് വേണം പറഞ്ഞിട്ട് ഒരാളോടെ വാശി പിടിച്ചോണ്ടിരുന്നു. അപ്പോൾ പാൽ സർബത്ത് കുടിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. ഇത് കോട്ടയമിലത്തെ പാൽ സർബത്ത് നല്ലതാട്ടാ. കുപ്പിയുണ്ട് അവിടെ. കുടിച്ചോ? അപ്പൊ അത് ഇതാവും. കുടിച്ചോ? അപ്പൊ അവന് തൊണ്ട ചെറുതായിട്ട് കഴിക്കില്ല. അതാണ് കുപ്പി ചോദിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി കാണിച്ചു തരട്ടെ. ഒരു മിനിറ്റ്. ഇതാണ് ബിരിയാണി. എന്താ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹാപ്പി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. സീ യു. താങ്ക് യു. വീണ്ടും കാണാം.